ഗുഡ് മോർണിംഗ് ഓൾ. ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 മാർച്ച് മാസം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ ഒരു വിജ്ഞാപനമാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതായത് നമ്മളുടെ ഏരിയയിൽ, അതായത് അർബൻ, റൂറൽ, പിന്നെ ഈ പൊക്കപ്രദേശം, അങ്ങനെ കുന്നുംപുറം അങ്ങനെ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇത് വിഭജിച്ചിട്ട് അവിടെ ഒരു 4 മണിക്കൂർ, അർബൻ ഏരിയയിൽ 4 മണിക്കൂർ, റൂറൽ ഏരിയയിൽ 6 മണിക്കൂർ, അല്ലാത്ത കുന്നുംപുറമുള്ള പ്രദേശങ്ങളിൽ 8 മണിക്കൂർ നേരം കറണ്ട് പോയിരിക്കുകയാണ്, കറണ്ട് സർവീസ് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓരോ പീരീഡ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 100 രൂപ വെച്ച് KSEBിന്ന് കോമ്പൻസേഷൻ കിട്ടേണ്ടതാണ്. അതാണ് പുതിയ റൂള്. ഫ്യൂസ് പോയിട്ടാണെങ്കിൽ, അവരുടെ ഫ്യൂസ് പോയിട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അർബൻ 6, റൂറൽ 8, പിന്നെ കുന്നുംപ്രദേശമാണെങ്കിൽ 12 മണിക്കൂർ. പിന്നെ ട്രാൻസ്ഫോർമറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് കിട്ടാത്താണെങ്കിൽ അർബൻ ഏരിയയിൽ 18, റൂറൽ 24, കുന്നുംപ്രദേശം, ഉൾപ്രദേശക്കാണെങ്കിൽ 36 മണിക്കൂർ. ഇത്രയും സമയം കഴിഞ്ഞിട്ടും നമുക്ക് കറണ്ട് കിട്ടിയില്ലെങ്കിൽ അതിനുശേഷം വരുന്ന ഓരോ മണിക്കൂറിനും 100 രൂപ വെച്ച് കോമ്പൻസേഷൻ ഉപഭോക്താവിന് നൽകണം. വോൾട്ടേജ് ആകുമ്പോൾ വോൾട്ടേജിൻ്റെ കുഴപ്പം കൊണ്ട് വരുവാണെങ്കിൽ ഇതുപോലെ തന്നെ 200 രൂപയാണ് ഒരു മണിക്കൂറിന് കോമ്പൻസേഷനായിട്ട് KSEB നൽകേണ്ടത്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ബില്ലിലോട്ട് വരും. ശ്രദ്ധിക്കുക, നിങ്ങൾ കറണ്ട് ഫെയിലിയർ ആണെങ്കിൽ അർബൻ ഏരിയയിൽ 4, റൂറൽ ഏരിയയിൽ 8, ഉൾപ്രദേശങ്ങളിലാണെങ്കിൽ അർബൻ ഏരിയയിൽ 4, റൂറൽ ഏരിയയിൽ 6, ഉൾപ്രദേശങ്ങളിലാണെങ്കിൽ 8. ഫ്യൂസ് പോയിട്ടാണ് ഇതുപോലെ ആണെങ്കിൽ 6, 8, 12. നിങ്ങളുടെ ട്രാൻസ്ഫോർമറിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ 18, 24, 36. ഈ സമയം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് കറണ്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 100 രൂപ വെച്ച് കോമ്പൻസേഷൻ കൊടുക്കണം. വോൾട്ടേജിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ ഒരു മണിക്കൂറിന് 200 രൂപ വെച്ച് കൊടുക്കണം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബില്ലിൽ ക്രെഡിറ്റ് ആവും എന്നാണ് പറയുന്നത്. ഇൻ കേസ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 1912 വിളിച്ച് കംപ്ലയിൻറ്റ് പറയുക, അല്ലെങ്കിൽ നേരിട്ട് ഓഫീസിൽ നിന്ന് പരാതിപ്പെടുകയും ചെയ്യാം. ഈ 2026 മാർച്ച് മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.